ഏതൊരു അന്വേഷണത്തിനും നേരിടാൻ തയ്യാറാണെന്ന് ഞാനത് പറഞ്ഞു കഴിഞ്ഞു. ഇന്നും അതേ നിലപാടിലാണ് ഉറച്ചു നിൽക്കുന്നത്. ഇപ്പോൾ കോടതി ജാമ്യം തന്നു. ഇനി കോടതിയുടെ കണ്ടീഷൻ വ്യവസ്ഥ അനുസരിച്ച് തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എൻ്റെ തീരുമാനം. തീർച്ചയായിട്ടും അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ ഹാജരാകണമെന്ന് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെട്ട് ഡേറ്റ് തീരുമാനിച്ച് ഹാജരാകാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇതിൽ താങ്കളെ ആസൂത്രിതമായി കുറിക്കാനൊരു നീക്കം നടക്കുന്നുണ്ട്, അതിൽ കോൺഗ്രസ് നേതാക്കൾക്ക് പങ്കുണ്ട് എന്ന തരത്തിലുള്ള ആക്ഷേപമൊക്കെ വരുന്നുണ്ട്. ഇതിലെന്തൊരു വസ്തുതയുണ്ടോ? അല്ല, അതിലൊന്നും ഒരു വസ്തുതയില്ല. യഥാർത്ഥത്തിൽ ഇതൊരു രാഷ്ട്രീയമാക്കി മാറ്റി എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഞാനൊരു ജില്ലയിൽ വളരെ ചെറുപ്പം മുതൽ വളർന്നു വന്ന ഒരു പൊതുപ്രവർത്തകനാണ്. വളരെ ചെറുപ്പത്ത് പഞ്ചായത്ത് മുതലും കൂടെ ജനപ്രതിനിധിയായി വന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് എൻ്റെ ജനകീയത ചില വ്യക്തികൾക്കും ചില രാഷ്ട്രീയ പാർട്ടിക്കും അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എന്നെ രാഷ്ട്രീയമായി എൻ്റെ ജനകീയത്വം തകർക്കുന്നതിന് വേണ്ടി ഇത്തരം നിലപാടുകളും ഇത്തരം ആരോപണമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഏതൊരു അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുന്നിലും ഏതൊരു അന്വേഷണത്തിനും നേരിടാൻ തയ്യാറാണ്. നമുക്കറിയാലോ, ഈ മഴ പെയ്താൽ മഴ തോരാതിരിക്കില്ല, ഒരു കാറ്റ് വീശാൽ കാറ്റ് അടങ്ങാതിരിക്കില്ല. നമുക്ക് നോക്കി നിൽക്കാം. ബഹുമാനപ്പെട്ട കോടതി ഇന്ന് തൽക്കാലം ജാമ്യം അനുവദിച്ചതേ ഉള്ളൂ. ഇനി കേസുമായി തന്നെ മുന്നോട്ട് പോകും. എന്റെ നിരപരാധിത്വം ഞാൻ വളരെ വ്യക്തമായി തെളിയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇല്ല, ഞാൻ ഒളിവിൽ പോയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ അന്ന്, ഞാൻ തികച്ചൊരു ദൈവി വിശ്വാസിയാണ്. എന്നെക്കുറിച്ച് നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാം. എവിടെയും അന്വേഷിച്ചാൽ നല്ലൊരു ദൈവി വിശ്വാസിയാണ് ഞാൻ. എന്റെ മനസ്സിനൊരു പ്രയാസം ഉണ്ടാകുമ്പോൾ എനിക്ക് സാങ്കേതികമായ തടസ്സങ്ങൾ ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ക്ഷേത്ര ദർശനത്തിന് പോകാറുണ്ട്. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടൊപ്പം പോകാറുണ്ട്. അത്തരത്തിലൊരു യാത്ര ചെയ്താണ്. അല്ലാതെ ഒളിവിൽ പോയതാണ്. ഞാൻ ഇന്നലെ നിയമസഭയിൽ വരേണ്ട കാര്യമുണ്ടോ? അത്ര ആരോപണം അടിസ്ഥാനരഹിതമാണ്. 25-നാണ് അന്വേഷണ ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെട്ട ഒരു ഡേറ്റ് തീരുമാനിക്കാൻ പറഞ്ഞിട്ടുണ്ട്. തീരുമാനിച്ച് തീർച്ചയായിട്ടും ഏതൊരു അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിലും ഹാജരാകാൻ തയ്യാറാണ്.